ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഞാൻ ഇന്നൊരു കുഞ്ഞ് റെസിപ്പി ആയിട്ടോ വന്നിട്ടുള്ളത്. 2 ബ്രെഡ് വെച്ച് 2 മിനിറ്റിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ ഇത്. അതിനുവേണ്ടി നമുക്കൊരു ഫ്രൈ പാനിലോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അത് കഴിഞ്ഞ് നമുക്ക് 2 പീസ് ബ്രെഡ് ഒരുമിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ഒരു ഗോൾഡൻ കളർ ആവുന്നിടം വരെ നമുക്ക് ഒന്ന് റെഡിയാക്കി എടുക്കണം. അത് കഴിഞ്ഞ് നമ്മളിത് നെയ്യ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് ചുറ്റിച്ച് എല്ലാ ഭാഗത്തും എത്തുന്നിടം വരെ ഒന്ന് നമുക്കൊന്ന് ആക്കി കൊടുത്തിട്ട് മറുവശം കൂടെ നമുക്ക് തിരിച്ചിട്ടിട്ട് ഇതുപോലെ തന്നെ ഗോൾഡൻ കളർ ആക്കി എടുക്കാം. വേണമെങ്കിൽ നമുക്ക് കുറച്ച് നെയ്യും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ ഒരു റെസിപ്പി ഞാൻ ചാനലിൽ ചെയ്തിട്ടിട്ടുണ്ട്. പക്ഷെ അത് ഇതിനേക്കാളും കുറച്ചും കൂടി ഇൻഗ്രീഡിയൻസ് ഒക്കെ ആവശ്യമായിട്ടുണ്ട്. ഇത് വളരെ സിമ്പിളാണ്, 2 മിനിറ്റ് മാത്രം മതിയാവും. നമ്മൾ വീട്ടിലിരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു മധുരമൊക്കെ കഴിക്കണമെന്ന് തോന്നുമ്പോൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പി കേട്ടോ. 2 മിനിറ്റ് മതി, 2 ബ്രെഡും മതി. നമ്മുടെ വീട്ടിൽ ബ്രെഡൊക്കെ മിക്കപ്പോഴും ഉണ്ടാവുന്നതാണല്ലോ. ഇനി നമുക്ക് ഇതിനകത്തോട്ടൊരു 1/2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കണം. കുറച്ചായിട്ട് വേണം കേട്ടോ നമ്മൾ പാൽ ഒഴിച്ചു കൊടുക്കാൻ. അത് ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുത്തു. അത് കഴിഞ്ഞ് രണ്ടാമത് കുറച്ചും കൂടി ഒഴിച്ചു കൊടുത്തു. നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന പാല് ബ്രെഡിൽ അബ്സോർബായി വരുന്നതനുസരിച്ച് വേണം നമ്മൾ ഓരോ പ്രാവശ്യമായിട്ട് ആ പാൽ ഒഴിച്ച് മൊത്തം തീർത്തെടുക്കാൻ. ഈ പാലും ബ്രെഡും കൂടെ സോഫ്റ്റ് ആയിട്ട് വരുമ്പോൾ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നെയ്യും ഇതിൻ്റെ കൂടെ ഉണ്ടല്ലോ, അപ്പോൾ പിന്നെ ഒരു മണവും ഒക്കെ ആയിട്ട് അടിപൊളി ടേസ്റ്റ് ആട്ടോ. അപ്പം നമ്മുടെ പാലും ബ്രെഡും കൂടെ ഒക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് അബ്സോർബായിട്ട് വന്നു കഴിയുമ്പോഴത്തേനും നമ്മൾ മുട്ട ചിക്കത്തില്ല, അത് കണക്ക് നമ്മൾ ഈ ബ്രെഡ് ഒന്ന് ചിക്കി എടുക്കണം. ഇതുപോലെ ചിക്കി എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിനകത്തൊരു കുറച്ച് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും. പഞ്ചസാരയും ബ്രെഡും ഒന്ന് മിക്സ് ആവുന്ന വരെ നമുക്കിതൊന്ന് മിക്സ് ആക്കി കൊടുക്കണം. നമുക്കിതിനകത്തൊരു കുറച്ച് നട്ട്സ് പൗഡറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ബദാം, പിസ്ത, കാഷ്യൂ നട്ട്സ് ആണ്. നിങ്ങളിൽ അവൈലബിൾ ആയിട്ടുള്ള നട്ട്സൊക്കെ ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഇത് ആഡ് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്നാലും ടേസ്റ്റിന് വേണ്ടി നമ്മുടെ ഉള്ളത് ഏതാണോ അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ പൗഡറും കൂടെ ചേർത്ത് ഇളക്കിയാൽ മതി. നമ്മുടെ റെസിപ്പി ഇവിടെ റെഡിയായി. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഭയങ്കര സിമ്പിളാണ്. 1 സ്പൂൺ നമ്മൾ വായിൽ വെക്കുമ്പോൾ തന്നെ അലിഞ്ഞു പോകും. അത്രയ്ക്കും സോഫ്റ്റ് ആട്ടോ ഈ റെസിപ്പി. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഒരു വട്ടമെങ്കിലും. എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. എന്നാലേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ. അടുത്ത ഇതിലും നല്ല റെസിപ്പിയുമായിട്ട് ഇനിയും കാണാം. ബൈ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും.